എനിക്ക് ഇവിടെ ഇടിയടോ ഗേറ്റ് തുറക്കാൻ പറ്റാണ്ടാണ്. അയ്യോ എനിക്കായിട്ട് നോക്കിയേ ഫസ്റ്റ് ഇയർ വീട്ടിലെ ഈവനിങ് വിശേഷങ്ങള് ഇവിടെ നിന്നാണ് തുടങ്ങണത്. ഫസ്റ്റ് തന്നെ അവൻ നേരെ കിച്ചണിലേക്കാ പോവുള്ളൂ. അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അവിടെ പോയി ആദ്യം ചെക്ക് ചെയ്യും. പിന്നെ ഞങ്ങൾ കുറേ നേരം സ്കൂളിലെ വിശേഷം, അന്നത്തെ ഡേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണത് ഈ ടൈമിലാണ്. ഇവിടെ വൈകിട്ട് പുറത്തു പോയി ധരിക്കാനൊക്കെ ഒരു ചായ കൂടി പതിവാണ്. അപ്പോൾ ധരിക്കാൻ എൻ്റെ ഫ്രണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തിരക്കും ബഹളമാണ് ഈ കാണുന്നത്. വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ മക്കളെ മുഖത്ത് ഇങ്ങനെയൊക്കെ ഒരു സന്തോഷമായിരിക്കും കേട്ടോ. നാളെ ക്ലാസ് ഇല്ല. അപ്പം ഞാൻ യൂണിഫോം മാറ്റെന്ന് പറഞ്ഞപ്പോൾ ഉമ്മി ഇന്ന് ഫ്രൈഡേ ആണെന്നും പറഞ്ഞാണ് ഈ കാട്ടിക്കൂട്ടണം. ഫ്രണ്ടിലെ ടാങ്കിൻ്റെ പണി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു പുതിയ ശീലം കണ്ടുപിടിച്ചേക്കണേണ് മതിലാട്ടം. അവൻ എന്ത് ചെയ്താലും അവൾക്കും ചെയ്യണം, അതുപോലെ തന്നെ അവൾ എന്ത് ചെയ്താലും അവനും ചെയ്യണം. രണ്ടുപേരും ലുക്കിൽ ട്വിൻസ് അല്ലെന്നുള്ളൂ, പ്രവൃത്തിയിലൊക്കെ ഏകദേശം ഒരുപോലെയാണ്. സ്കൂളിൽ ലഞ്ച് ചോറ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഈവനിങ് വരുമ്പോൾ ചോറാണ്ടോ കൊടുക്കുള്ളൂ. അങ്ങനെ രണ്ടുപേരെയും അടുത്തിരുത്തിയിട്ട് ഞാൻ വാരിയ കൊടുക്കണം. ഞാനും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വൈകിട്ട് വരുമ്പോൾ ചോറ് തിന്നണം. വിശന്ന് പൊരിഞ്ഞായിരിക്കും വന്നത്. സ്കൂളിൽ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് അതങ്ങനെ കഴിച്ച് തീർക്കും. വീട്ടിൽ വരുമ്പോഴത്തേക്കും ഉമ്മ കുറേ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ വിളമ്പിയിട്ട് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ഞാൻ യൂണിഫോം വരെ മാറ്റുള്ളൂ. അപ്പോഴത്തേക്കും ചായ കുടിക്കാൻ പോരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടാവും. പിന്നെ മക്കൾക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കും. ആ സമയം കൊണ്ട് വീട്ടിലുണ്ടായ ഒരു പഴം ഞാനും ശരിക്കാക്കി കൂടി ഇരുന്ന് കഴിച്ച്. അപ്പോൾ ഇത് ചൂടാറ്റാൻ വെച്ചില്ലെങ്കിൽ മക്കൾ പോണ സമയമാകുമ്പോഴത്തേക്കും നല്ല തിളച്ചിരിക്കും കേട്ടോ. ഈ സമയത്ത് ഒരുത്തൻ തൂങ്ങിക്കിടക്കണുണ്ടോ. ഇവിടെ ഈവനിങ് രണ്ടുപേരെയും ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ശരിക്കാക്കയും കൂടി കൂടെ നിൽക്കും. നല്ല മടിയാണ്. ഈ കാണുന്ന ബഹളമൊക്കെ കാണുമ്പോൾ ആത്മാർത്ഥയെന്നൊന്നും ആരും വിചാരിക്കണ്ട. പ്രാക്ടീസൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് പോകാൻ സമയമായിട്ടുണ്ടാവും. വൈകിട്ട് 5:30 മണി മുതൽ ഇവർക്ക് കളരിയുണ്ട്. ശരിക്കാക്കുണ്ട് രണ്ടുപേരെയും കൊണ്ടേ ആക്കണതൊക്കെ. ഞങ്ങളുടെ മോർണിംഗ് വാക്കിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഈ സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഞാൻ നടക്കുന്നത്. ഈ കണ്ണാണ് മക്കളുടെ കളരി. അവരെ തിരിച്ചാക്കി വരുമ്പോഴേക്കും ഈ ചേട്ടൻ്റെ നിന്ന് കപ്പലണ്ടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ എന്നെ. ആ സമയം കൊണ്ട് ഞാനിവിടെ ചായയൊക്കെ ഉണ്ടാക്കി സിറ്റ് ഔട്ടിലിരിക്കാനേ കാത്തിരിക്കും. കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ. എനിക്ക് ആ ഒരു ടൈമിംഗ് ഒക്കെ എനിക്കറിയാം. പിന്നെ ഞങ്ങൾ കുറേ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്, ഞാൻ ചായ കുടിക്കില്ല, എനിക്ക് ആ ചായ കുടിക്കും, ഞാൻ കപ്പലണ്ടി വയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ.